എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഒരു ഗുഡ് ബൈ കൊടുത്തേ പൊന്നോ, അല്ല ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ പൊന്നോ, കൊടുത്തേ ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ പൊന്നുമ്മ, ഹായ് ഈ കൈ ഉണ്ട് കൊടുത്തേ വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഹായ് കൊടുക്കണില്ലേ? ഒരു ഹൈയേ തരുന്നുള്ളൂ കൊച്ചു, ഒരു ഹൈയേ തരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. കൊച്ചു ഒരു ഹൈയേ തരുന്നുള്ളേ. താടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അവന് മുകളിലേക്ക് നോക്കുന്നു. പുതിയ വാടകക്കാരുടെ സൗണ്ട് കേട്ടിട്ട്, ബുള്ളറ്റിൻ്റെ സൗണ്ട് അല്ലല്ലോ. മുകളിലേക്ക് നോക്കിയിരിക്കുന്നു പാവം. അവന് പോയില്ല, അത് പുതിയ വാടകക്കാരുടെ സൗണ്ട് കേട്ടാ പൊന്നു. നോക്കാം നമ്മുടെ ചക്കര. പൊന്നിന് അമ്മ ഉണ്ടല്ലോ, മമ്മ ഉണ്ടല്ലോ പൊന്നിന്. മമ്മ ഉണ്ടല്ലോ പൊന്നിന്, പിന്നെ എന്താണ് മമ്മ ഉണ്ടല്ലോ. വേണോ നമ്മുടെ ചക്കര? ആരാണ്? കാല് വേണോ പൊന്നു വേണോ കാല് വേണോ മമ്മിയുടെ ചക്കര? നമുക്ക് ഇങ്ങോട്ട് നോക്കാം. മമ്മിയുടെ ചക്കരയാണെങ്കിൽ മുഖത്തേക്ക് നോക്കി, മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, മമ്മിയുടെ ചക്കരയല്ല. അയ്യോ വേണ്ടാന്ന. മമ്മിയുടെ ചക്കരയാണ്, നമ്മുടെ പൊന്നാണ്. ചക്കര മമ്മിയുടെ പൊന്ന്. ആൻറ്റി മാർക്കറ്റിൽ പോയി. ചേട്ടനും ചേച്ചിയൊക്കെ കിടന്ന് ഉറങ്ങണേ. നമ്മുടെ മോൻ 5 മണിക്ക് എണീറ്റ് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കളിപ്പാട്ടോ കാര്യമില്ലല്ലോ, ഞാനിങ്ങനെ ഓരോ പണിക്കൊക്കെ പോകുന്നു. ഓരോ ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടാണ്. നന്ദിയുള്ള ജീവികളാണ് കേട്ടോ. നമ്മൾ മനുഷ്യനൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ കൊടുത്തിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അവർക്കൊന്നും ഒരു നന്ദി നമസ്കാരമില്ല. എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവരും പറയുന്നില്ല. ചിലവർക്കൊക്കെ നന്ദി നമസ്കാരം ഉണ്ടായിരിക്കാം, പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല കേട്ടോ. ഇത്രയും നന്ദിയുള്ള ജീവികളെ കണ്ടിട്ടില്ല, സത്യമാണ്. പലരും പറയും നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എന്നിട്ട് അതിനെ കട്ടിൽ കയറ്റി കിടക്കുന്നു. വിദ്യാഭ്യാസവും ഉള്ളവർക്ക് എന്താ പെറ്റിനെ നോക്കണമെന്നില്ലേ? വിദ്യാഭ്യാസമുള്ളവരും പെറ്റിനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരുടെ സ്നേഹം മനസ്സിലാക്കണം. ഈ ജീവികളുടെയൊക്കെ സ്നേഹം മനസ്സിലാക്കണം, അവരുടെ നന്ദി മനസ്സിലാക്കണം. ഒരു കളവില്ലാത്ത സ്നേഹം, കളവില്ലാത്ത നമ്മളോടുള്ള ആ ഒരു സ്നേഹമൊക്കെ ഒന്ന് കാണാം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം ഇതിന് മുമ്പ് ഒരു പെറ്റുണ്ടായി, അതിൽ നിന്നും ഞാൻ പഠിച്ചു, ഇവനിൽ നിന്നും ഞാൻ പഠിച്ചു കേട്ടോ. നമ്മൾ മനുഷ്യന് എന്തൊക്കെ കൊടുക്കുക, അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുത്തിരുന്നാലും അവർക്ക് പിന്നെയും വേണം, അല്ലെങ്കിൽ ഒരു നന്ദിയില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഇവർക്കൊക്കെ ഒരു ദിവസം ഒരു നേരത്തെ വെള്ളം കൊടുത്താൽ മതി കേട്ടോ. നന്ദിയും ആ ഒരു ഇത് മരിക്കുന്ന വരെ അവർ ആ സത്യസന്ധമായിട്ട് തരും, അതിലൊരു കളവില്ലാതെ. നല്ല ജീവികളായിട്ടോ ഇവർ. അത് നമ്മൾ പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസിനെ നോക്കുക. ഒരു ദിവസം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ അവർ നമ്മളെ അത്രയധികം സെക്യൂരിറ്റി ആയിരിക്കും. എവിടെയൊക്കെ സ്ട്രീറ്റ് പപ്പീസ് ഒച്ച എടുക്കണം. അയ്യോ എന്താ പൊന്നാ, ഇത് കാലുവിൻ്റെ സൗണ്ടാണോ? അതുകൊണ്ട് ഓടണമുണ്ടോ? സ്ട്രീറ്റ് പപ്പീസ് എവിടെയോ ഒച്ച എടുക്കണം, കരയുന്നു. അത് കേട്ട് ഇവർക്ക് അവരുടെ വർത്തമാനമൊക്കെ മനസ്സിലാവുമല്ലേ. പാവം. ആരോ പറഞ്ഞ അത് അപ്പുറത്തെ സൈഡിലുള്ള ഏതോ പപ്പിയാണ്. പാവങ്ങളാണ് കേട്ടോ, പഞ്ചപാവങ്ങളാണ് ഇവർ, പഞ്ചപാവങ്ങളാണ്. അലിവേറയുടെ പൂവ് കേട്ടോ, കണ്ടിട്ടുണ്ടോ? അലിവേറയുടെ പൂവ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലവരൊന്നും കണ്ടിരിക്കില്ല അല്ലേ? ഇത് കണ്ടോ? നോക്കാം, ഇത് കണ്ടോ നോക്കുന്നത്. ഞങ്ങൾക്ക് എത്തിനോട്ടം കുറച്ച് കൂടുതലാണ് കേട്ടോ. അവിടെ ഇല്ല ആ കൊച്ച്, അവിടെ ഇല്ല, അവരൊക്കെ അവിടെ പോയി. അവിടുത്തെ ആ പയ്യനെ നോക്കുന്നത് കേട്ടോ.
അതുപോലെ ബുള്ളറ്റിനെ നോട്ടം. അയ്യോ, വെള്ളം കുടിച്ചായിരുന്നാ പൊന്നോ? വെള്ളം ഒരുപാട് കുടിച്ചാ പൊന്നോ? വെള്ളം കുടിച്ചായിരുന്ന? എൻ്റെ വീഡിയോയുടെ കൂടെ ഒരു കുക്കിംഗ് വീഡിയോയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് മീനാണ് വെക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായി കേട്ടോ മക്കൾ മീൻ ബംഗാളി രീതിയിൽ ജീരകം അരച്ചിട്ട് വെക്കാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ അത്ഭുതപ്പെടും. ഇവിടെ ജീരകമൊക്കെ അരച്ചിട്ട് വെക്കും കേട്ടോ മീനൊക്കെ. ചില മീനിൽ മത്തങ്ങ ഒക്കെ ഇടാറുണ്ട്, ലവ് ഇടാറുണ്ട്, കുമ്പളങ്ങ ഇടാറുണ്ട്, അവർ ഇറച്ചിയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാനിന്ന് മേടിച്ചിരിക്കുന്നത് കണ്ടോ, റൂയി മീനാണേ. റൂയി കട്ട്ലൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. അപ്പം ഞാൻ റൂയി മീൻ എടുത്തു. എല്ലാ മീനും ഉപയോഗിക്കും, എന്നാലും ഞാൻ റൂയിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം റൂയി മേടിച്ചുകൊണ്ട് വന്നു. അതിന് വേണ്ടി ജീരകവും നമ്മുടെ ജീരകം ഉണ്ടല്ലോ, ജീരകവും 2-3 കൊല്ല മുളകും കൂടെ അരച്ചത് കേട്ടോ. ഇതിൽ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ, വേറെ ഒന്നുമല്ല. ഇഞ്ചിയൊന്നും ചതച്ചത്, ഇതിൽ വെളുത്തുള്ളി ഒന്നും ഇടില്ല. 2 വലിയ ടൊമാറ്റോ, ഇച്ചിരി കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി കേട്ടോ, മഞ്ഞൾപ്പൊടി. പിന്നെ അതുകൂടാതെ ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം വറുത്തിടും കേട്ടോ. കത്തിരിക്ക ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, നുള്ളുപ്പ്, ഒരുപാട് ഉപ്പൊന്നും അല്ല കേട്ടോ. ഇത് പൊട്ടോള് ഞാൻ നിങ്ങളെ നേരത്തെയും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടോള് ഇതിൽ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, ഉരുളക്കിഴങ്ങ്. അപ്പോൾ മക്കളൊക്കെ 2-3 ദിവസമായി കേട്ടോ പറയുന്നു, മമ്മി ജീരകം വച്ച്. മോനും പറയുന്നുണ്ട്, ഇന്നലെയും ഞാൻ കോട്ടക്കൽ പോയപ്പോൾ വണ്ടിയിൽ നിന്ന് ജീരകം വച്ച് എനിക്ക് വൈകനൊക്കെ ഇട്ട്, അതായത് കത്തിരിക്കയൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങും പൊട്ടോളൊക്കെ ഇട്ടുള്ള കറി. ഇന്ന് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ കടുകെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ഈ ചീനച്ചട്ടി ഞാൻ വെച്ചിരിക്കുന്നത് എന്തെന്നറിയുമ്പോൾ, നമ്മൾ കുറേയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ അടി ഒരു ചുവന്ന കളറാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ പെട്ടെന്ന് പോവും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ വറുത്തൊക്കെ എടുക്കാൻ പറ്റണ ചീനച്ചട്ടിയാണ്. ഞാൻ വേറെ ഒന്നിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയൊക്കെ ഉണ്ടല്ലോ, തേച്ച് കൈ വേദന എടുക്കും. അപ്പോൾ ഞാൻ കടുകെണ്ണയിലാണ് വെക്കുന്നത്. ഇത്തിരി എണ്ണ കൂടുതൽ വേണം, ഇതൊക്കെ വറുത്തെടുക്കണ്ടേ. അപ്പോൾ എണ്ണ കൂടുതൽ വേണം. ആ എണ്ണ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് മീൻ വറുത്തെടുക്കും, കത്തിരിക്ക വറുത്തെടുക്കും, ഈ പൊട്ടോള് വറുത്തെടുക്കും എല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ വൈകനൊക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് ഈ ചീനച്ചട്ടി നല്ല കംഫർട്ടബിളാണ്. അത് വേറെ ഒന്നുമല്ല, ഇതിൽ ഈ അടിയിൽ നമ്മൾ എണ്ണ കുറേ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അടിയിലൊരു ചുവന്ന കളറ് വരും. അപ്പോൾ ഇത് ആകുമ്പോൾ പെട്ടെന്ന് പോകും. കൈവേദനയൊക്കെ ആയതുകൊണ്ട് കയ്യിലിരുന്നുകൊണ്ട് ഉരക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. മറ്റേ ചീനച്ചട്ടിയിലൊക്കെ ഈ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഉരക്കൽ സ്കോച്ച് വെയിറ്റിട്ട് ഉരച്ചൊരു വിധമാകണം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ. ഇച്ചിരി എണ്ണ കൂടുതലായിരിക്കും ഇതിൽ, നമ്മളെല്ലാം ഫ്രൈ ചെയ്തല്ലേ ഇടുന്നത്. ഇവിടുത്തുള്ളവരൊക്കെ മീൻ ഇങ്ങനെ പച്ചക്ക് വെക്കാറില്ല കേട്ടോ, എല്ലാം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അവർ. അപ്പോൾ ഞാൻ കൂടുതൽ ഇച്ചിരി എണ്ണ ഒഴിച്ചത് വേറെ ഒന്നുമല്ല, മീൻ ഇത്രയും വറുത്തെടുക്കണം. 7-8 പീസ് മീനുണ്ട്. പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഡാല് നമ്മളൊന്ന് ഗ്രേവിയായിട്ട് എടുക്കും. ഇന്നത്തെ കറി അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മീൻ വറുക്കണം, പിന്നെ കത്തിരിക്ക, പിന്നെ അതുപോലെ പൊട്ടോളിന് അധികം എണ്ണ വേണ്ടി വരില്ല, പക്ഷേ കത്തിരിക്കയ്ക്ക് വേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് നല്ല കത്തിരിക്ക ഇപ്രാവശ്യം ഈ കിട്ടുന്നത്, ഈ തണുപ്പ് സമയത്ത് വരുന്ന കത്തിരിക്ക. പിന്നെ വലിയ മന്ദൻ കത്തിരിക്കയും വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന കത്തിരിക്ക ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ കിട്ടുന്ന കത്തിരിക്ക കേട്ടോ, നല്ല കത്തിരിക്ക. ഇതിൽ പുഴുവോ ഒന്നും ഉണ്ടാവില്ല, ഈ കത്തിരിക്കയിൽ പുഴു ഉണ്ടാവില്ല. നല്ല നീല കളറിലുള്ള മന്ദൻ, ഒരുമാതിരി പോത്തനയില എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര പോത്തനൊരു കത്തിരിക്ക ഇപ്പോൾ ഇനി തണുപ്പ് സീസണിൽ വരും, അതിൽ പുഴുവായിരിക്കും കേട്ടോ. ഇതാണ് പൊട്ടോള്, കണ്ടില്ലേ? ഇത് ബ്ലഡ് ഊറുന്ന ഒരു വെജിറ്റബിളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് തൊലി എടുക്കരുത്, കഴുകണം. മഞ്ഞപ്പൊടിയിലെല്ലാം കഴുകണം. ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിലെല്ലാം കഴുകാറുണ്ട് കേട്ടോ, എന്നിട്ടാണ്. ഇത് ഒരുപാട് തൊലി എടുത്താൽ ടേസ്റ്റ് ഇല്ല, കുറച്ച് തൊലിയേ എടുക്കത്തുള്ളൂ. അതേ നമ്മൾ മീൻ വറുക്കാൻ പോകുന്നു. അപ്പോൾ കടുകെണ്ണ ചൂടാകുമ്പോഴേ അതിൻ്റെ പുക നമ്മുടെ കണ്ണിലേക്ക് അടിച്ചൊന്ന് നീറും കേട്ടോ, അതൊക്കെ നല്ലതാണ്, ജലദോഷമൊക്കെ പോയി കേട്ടോ. അപ്പോൾ വലിയ പീസായിട്ടോ. അപ്പോൾ ഇനിയും ഉണ്ട് 8 പീസ് ഞാൻ എടുത്തു കേട്ടോ. എല്ലാവരും സൺഡേ അല്ലേ, അപ്പോൾ ഉണ്ടല്ലോ, മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും. ഇങ്ങനെയൊക്കെ ബംഗാളി കറി വെച്ച പിള്ളേർ നല്ലതായിട്ട് കഴിക്കും. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ മീൻ പൊടിയാതെയൊക്കെ കിട്ടും കേട്ടോ. ഇവിടത്തുള്ളവരുടെ മീൻ കറി വെക്കുമ്പോഴേ നമ്മളെപ്പോഴും വറുത്തിട്ട് വെക്കുന്നതാണ് നല്ലത് കേട്ടോ, അതാണ് നല്ലത്. നമ്മൾ ഇവർ ഒരു മീനും പച്ചയായിട്ട് വെക്കാറില്ല, എല്ലാം വറുത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതും കടുകെണ്ണയിലായിരിക്കും. കടുകെണ്ണയിലെന്ന് പറഞ്ഞാൽ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, കടുകെണ്ണയൊക്കെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ടെന്നാലും വേണ്ടാന്ന് ചോദിച്ചു, മീനൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ആ പനി വന്നില്ലേ,
അത് ആ ചിക്കൻ ഗുനിയുടെ ഒരു വൈറസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൈയും കാലൊക്കെ വേദന വന്നത്. പോകണമെങ്കിൽ ഇനി 2 മാസം പഠിക്കും. ഞാൻ കൊട്ടക്കിൽ പോയി ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. അത് ഒരു 2-6 മാസം കഴിച്ചാൽ ടോട്ടലി അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കൈയൊക്കെ ഇപ്പോൾ പൊക്കാനൊക്കെ ഒരുവിധം തുടങ്ങി. അതുകൊണ്ട് വീട്ടിലെ പണികൾ ഞാനൊന്ന് കുറച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. ചിക്കൻ ഗുനിയ ഇപ്പോൾ ഡെങ്കു വന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക്. ഇതിപ്പോൾ ചിക്കൻ ഗുനിയുടെ വൈറസായിരുന്നു അന്ന് പനി വന്നത്. ഇത് ഉപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് റോക്ക് സാൻഡ് മറ്റേ റെഡ് കളറിലെ ഉപ്പാണ്, ബ്ലാക്ക് സോൾട്ടാണ്. അപ്പോൾ നമ്മുടെ മീൻ ശരിയായിട്ട് വന്നു കേട്ടോ. നമ്മൾ അധികം കരിച്ച് മുറിച്ചെടുക്കരുത്. കരിച്ച് മുറിച്ചെടുത്താൽ കൊള്ളൂല. ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ. കണ്ടോ. അപ്പോൾ ഞാൻ എല്ലാ മീനും വറുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ചീനച്ചട്ടിയിലാവുമ്പോഴേ എനിക്ക് മീനൊക്കെ വറുക്കുന്ന പൊടിയാതെ കിട്ടും കേട്ടോ. എല്ലാം നല്ല ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ എണ്ണയുടെ കാര്യങ്ങൾ വറുക്കലും ഒക്കെ ആകുമ്പോൾ അടി ഒരു ചുമപ്പ്. അപ്പം എൻ്റെ കൈക്കിപ്പോൾ ശരിയല്ലാത്തതുകൊണ്ട് ഈ ഉരച്ച് കഴുകുന്നതിൽ പാടാണ്. എല്ലാ പാത്രങ്ങളൊന്നും ഞാൻ ദീപക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മീനും കൂടെ ഇട്ടു. അതും കൂടെ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പാത്രങ്ങളും ഞാൻ ദീപക്കിൻ്റെ കൊടുക്കില്ല എന്നാണ്. അതൊരു പാവമല്ലേ. 7 വീടുകളിലൊക്കെ പണി, നമുക്ക് വീട്ടിൽ പണിയെടുക്കുന്നുള്ളതുകൊണ്ട് ആ പണിയുടെ വിവരം അറിയാം കേട്ടോ. അതിനെക്കുറിച്ചുള്ള സീരിയസ് അറിയാം. അതുകൊണ്ട് ഞാൻ കുറേ പാത്രങ്ങൾ ഞാൻ കഴിയിട്ട് കുറച്ചൊക്കെ ഞാൻ ഇടാറുള്ളൂ. കുക്കർ, ഇല്ലി, ചീനച്ചട്ടി ഇങ്ങനത്തെയൊക്കെ അവന് കൊടുക്കാറുള്ളൂ കേട്ടോ. കൂടുതലും ഞാൻ പകുതിയോളം കഴുകും. നമ്മളൊക്കെ എപ്പോഴും സിമ്പിളായിരിക്കുന്നതാണ് ഫ്രണ്ട്സ് നല്ലത്. നമ്മൾ വലിയ ഇതൊന്നും നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ എപ്പോഴും സിമ്പിളായിരിക്കും. എവിടെയും നമ്മൾ താഴ്ന്നതായിട്ട് ഇരിക്കണം. ആ താഴ്ചയിൽ നിന്നായിരിക്കും നമുക്ക് ഉയർച്ച വരുന്നത്. നമ്മൾ ചിലവരൊക്കെ താഴ്ത്താൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മളങ്ങ് താഴ്ന്നു കൊടുക്കുക അല്ലേ, അതാണ് നല്ലത്. നമ്മൾ എവിടെ താഴുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. നമ്മൾ വലുത് ഇത് അതൊന്നും കാണിക്കണ്ടായിട്ട്. ഞാനും ദീപക്കെന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലിരുന്ന് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കസേരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ. അവൻ ഞങ്ങളുടെ തന്നെ ഇലാക്കയിലുള്ള പയ്യനാണ്. വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കൽക്കട്ടയിൽ വന്നപ്പോൾ തൊട്ട് അവൻ്റെ വീട്ടുകാരെ അവനെയൊക്കെ അറിയാട്ടോ. അതുകൊണ്ടാണ് അവൻ നമ്മുടെ വീട്ടിൽ പോകാത്തത്. അവനെ ഞാൻ നമ്മുടെ വീട്ടിൽ പണി ചെയ്യുന്ന ഒന്നും അങ്ങനെ നോക്കാറില്ല കേട്ടോ. എല്ലാം നല്ല ഇതും. എൻ്റെ മോള് പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഓരോരോ ഷർട്ടും ലുങ്കി അവന് പുറത്തു നിന്നൊക്കെ വരും. ബാങ്കോങ്ങിൽ നിന്ന് വരുമ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് വരുമ്പോഴും അവന് കൊണ്ടുവരും. ഞങ്ങളുടെ പൈസയായിട്ട് ഒരുപാട് സഹായങ്ങളും എല്ലാം ഉണ്ട്. അവനങ്ങനെയൊന്നും പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊന്നും പോവില്ല. നല്ല ആൾക്കാരായതുകൊണ്ടാണല്ലോ അവൻ നിൽക്കുന്നത്. നമ്മളെപ്പോഴും സിമ്പിളാട്ടോ. മതി. ഇത് കണ്ടോ, ഒരു പനി വന്നാൽ മതി, കാര്യം വേണം നമുക്ക് എല്ലാം പോവാൻ. അതുകൊണ്ട് നമ്മളെവിടെയും സിമ്പിളായിട്ട് നിൽക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അന്നും ഇന്നും എന്നും മരിക്കണ വരെ സിമ്പിൾ തന്നെ ആയിരിക്കും. പിന്നെ ഞാനൊരു ഉപ്പിൻ്റെ കാര്യം കാണിച്ചു തരാം. ഈ ഉപ്പ് കഴിക്കുമ്പോൾ പ്രഷറുള്ളവർക്കും ഷുഗറുള്ളവർക്കൊക്കെ പ്രഷറും ഷുഗറൊന്നും കൂടുതൽ വരില്ല കേട്ടോ. ഇതാണ് ഉപ്പ്. ഇതാണ് ഞങ്ങൾ മേടിക്കുന്നത് കേട്ടോ. ഇത് റെഡ് കളറായിരിക്കും, ബ്ലാക്ക് സോൾട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞങ്ങളിപ്പോൾ വൈറ്റ് സോൾട്ട് ഒന്നും നിർത്തി കേട്ടോ. മോൻ വഴക്ക് പറഞ്ഞു ഡാഡിക്ക് പ്രഷറും ഷുഗറൊക്കെ അല്ലേ, അതൊക്കെ നിർത്തണമെന്ന്. അപ്പോൾ ഇതാണ് കളർ കണ്ടോ. ഇതിപ്പോൾ ഞാൻ തീർന്നിട്ട് ഞാൻ ഇത് കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ടൊക്കെ പിന്നെ ഇത് പൊട്ടിച്ചിടും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാസത്തിലൊരു 3 പാക്കറ്റ് മേടിച്ചാൽ ഞങ്ങൾക്ക് 1 മാസം നിൽക്കും കേട്ടോ. ഇത് ടാറ്റയുടെ തന്നെ റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. കുറേ ഫ്രണ്ട്സുകൾ പറഞ്ഞു കുക്കിംഗ് വീഡിയോയും കൂടെ ചേർക്കാനായിട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇവർ സവാള ഇടാറില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സവാള കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ തേജ്പത്ത, ബേ ലീഫും കൂടെ ഇടണം. ഞാനൊരു ഒരെണ്ണം കേട്ടോ കുനുകുന അരിഞ്ഞതൊന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നൊന്ന് മാത്രം. ഇതൊരു 2 ബേ ലീഫ്, ചെറുതായിട്ട് ബേ ലീഫ് ഒരു 3 എണ്ണം. അപ്പോൾ ചിലവരൊക്കെ കൊടുക്കും കേട്ടോ. ജീരകമോ ഇങ്ങനെ കടുകെണ്ണയിൽ വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് വച്ച് കഴിക്കണം. അതിൻ്റേതായ രീതിയിൽ വച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ ബംഗാളി കറികളൊക്കെ. എൻ്റെ മകൾക്ക് കൂടുതലും ബംഗാളി കറിയോടാണ് ഇഷ്ടം കേട്ടോ. മോൻ പിന്നെ മലയാളി കറിയൊക്കെ ഒരുവിധം കഴിച്ചോളും. സൗകര്യം കൂടെ എനിക്ക് കിട്ടും. താഴെ മേസ്ത്രിമാർ പണിയുന്നുണ്ട്. അപ്പോൾ അത് ആ ബോക്സ് സിസ്റ്റമൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീനൊക്കെ കണ്ടോ, കരിച്ച് മുറിക്കരുത്. ഒരു പകുതിയുടെ ഒരു ഇത്രയും കൂടെ ഒരു ഹാഫ് അതിൽ കൂടെ ഒരു ഇച്ചിരിയും കൂടെ വറുക്കണം. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഈ കത്തിരിക്കയൊക്കെ ഇടാം. അതിൽ തന്നെ കത്തിരിക്ക ഇട്ട് വറുത്തെടുക്കാം.
ഇതിലെന്ന് പറഞ്ഞാലേ ഈ കത്തിരിക്കയ്ക്കല്ലേ കൂടുതൽ എണ്ണ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതെല്ലാം വറുത്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ സവാളയും ആ മസാലയൊക്കെ ഒന്ന് ഇതാക്കുന്നത് കേട്ടോ. മോനെ കുളിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ കുളിപ്പിക്കുന്ന വീഡിയോസും കൂടെ എടുക്കാം. ചില സമയമുണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ വായ അങ്ങോട്ട് ഉഴുതി പോകുന്നു കേട്ടോ, തെറ്റായി പോകുന്നു. എല്ലാം ഒന്ന് ക്ഷമിക്കണേ. ഇതിനിടയ്ക്ക് ബംഗാളി ഹിന്ദിയൊക്കെ കൂടെ വന്ന് കയറും. അത് തപ്പിപ്പോകുന്നത് കേട്ടോ. ഇനിയുണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാനൊരു പാവം കേട്ടോ. എന്നെ അറിയാമെന്നുള്ളവർക്ക് ഇവിടെ എല്ലാവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്താണെന്നറിയാമോ, നമ്മളെ എല്ലാവരും ചൂഷണം ചെയ്യും, നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തും, നമ്മളെല്ലാവരും എല്ലാവരും നമ്മളെ അകറ്റി നിർത്തും. നമ്മൾ പാവങ്ങളാകുമ്പോൾ, അതായത് ഈ ചാഞ്ഞിരിക്കുന്ന ശാഖയിലല്ലേ കയറി പറ്റാൻ പറ്റുള്ളൂ അല്ലേ എല്ലാവർക്കും. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് പോകത്തില്ല. അറിയാമോ, എന്താണെന്നറിയാമോ, ഈ പാവപ്പെട്ടവരെ പെട്ടെന്ന് ബുദ്ധിയില്ലാതാക്കാൻ പറ്റും, പൊട്ടന്മാരാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബൈഗൺ വരണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊട്ടോളും ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കും കേട്ടോ. എന്നിട്ട് സവാള ഇടും, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടും. പിന്നെ ആദ്യം തേജ്പത്ത ഇടണം ആ എണ്ണയിൽ കേട്ടോ. വെളിച്ചിട്ടതിന് ശേഷം നമ്മൾ സവാള ഇടും, പിന്നെ ഇഞ്ചി ഇടും. ഇഞ്ചി ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ചുവയൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ജീരകവും ഒരു 2 കൊല്ലമുളക് കേട്ടോ, അത്രേ ഇട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടില്ല. 2 കൊല്ലമുളക്. അവൻ കുളിക്കുന്ന കേട്ടോ, അവൻ്റെ അച്ഛൻ പിടിച്ചിട്ട് അവൻ വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അതും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുളിക്കാമോ മടി കാണിക്കരുത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ വിളിച്ചപ്പോൾ വന്നേണ്ട ഇവിടെ ഈ ബാത്റൂമിൽ കുളിക്കണോ? മോൻ്റെ സാധനങ്ങളൊക്കെ ആ ബാത്റൂമിലല്ലേ? അപ്പോൾ അവിടെ ഇരുന്ന് കുളിക്കാം. വാ, ഏത് ബാത്റൂമിലും മോനെ കുളിക്കാം. പൊക്കൊ പിന്നെ ഷാമ്പൂ ഒക്കെ ഇരിക്കണേ ഈ ബാത്റൂമിലാണ്. മമ്മിയുടെ കത്തിരിക്കൊക്കെ അടുപ്പത്താണ്. നല്ല ഗുഡ് ബോയ് ആയിട്ട് പറഞ്ഞൊക്കെ കേട്ട് ഇരിക്കും കേട്ടാ. അപ്പോൾ മമ്മി വരാം. സൺഡേ ഭാഗത്താണ് കേട്ടോ, സൺഡേ കുളിപ്പിക്കുമല്ലോ നമ്മൾ. നമുക്കൊന്ന് കൈ കഴുകിയിട്ടൊക്കെ പോവാം. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണമൊക്കെ കേട്ടോ, ശരിയാവില്ല. ഒരു കയ്യിൽ ഇനി ഇത് സ്റ്റാൻഡ് വെച്ചിട്ടാണ് മറ്റേ കൈയും കൂടെ കഴുകാൻ. ഒരാളെ എനിക്ക് മെസ്സേജ് ഇട്ടു, വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നമ്മുടെ പെറ്റ് എൻ്റെ മോൻ്റെ കൂടെ കിടക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, വിദ്യാഭ്യാസം ഉള്ളവരൊന്നും പെറ്റിനെ സ്നേഹിക്കാറില്ലേ? പെറ്റിനെയും ജാൻവറിനെയൊക്കെ സ്നേഹിക്കുന്നത് വിദ്യാഭ്യാസം കുറവുള്ളവരോ? വിദ്യാഭ്യാസം ഉള്ളവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാം. ഈ സ്നേഹം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ ഈ സ്നേഹവും കരുണയും ദയയും ഒക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എഴുതരുത്. ആ ചേട്ടൻ എഴുതിയത് ഞാനത് റിമൂവ് ചെയ്തു. വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. കാരണം അവനെ പിടിച്ച് കട്ടിലിൽ കിടത്തിയിരിക്കുന്നത്. അയ്യോ, ഞങ്ങൾക്കൊന്നും ഒരു വേദനയില്ല അതില്ല, നിങ്ങൾക്ക് എന്തിനാ വേദന ചേട്ടാ? വിദ്യാഭ്യാസം ഉള്ളവർക്ക് എന്നാ പെറ്റിനെ സ്നേഹിച്ചുകൂടാന്നുണ്ടോ? സ്നേഹിക്കുന്നില്ലേ? അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഈ വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ നല്ല വിവരവും ബുദ്ധിയൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ബൈഗൺ വറുത്തെടുത്തു, അടുത്ത പൊട്ടോൾ ഇടുന്നു കേട്ടോ. മോനെ കുളിപ്പിക്കണേ, അച്ഛൻ കിടന്ന് വിളിക്കുന്ന കേട്ടോ. വിളിച്ചിട്ട് പോകുന്നില്ല, ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയിട്ട് വരാൻ, അവൻ്റെ കുളി എന്താ എന്നൊന്ന് പുറത്ത് പോയി ഒന്ന് സ്നേഹിച്ചിട്ട് വരട്ടെ. ഓ മമ്മടി പോച്ച്, ഗുഡ് ബോയ്. ആ നല്ലതായിട്ട് ഇന്ന് കുക്ക് ചെയ്യട്ടെ. ഇവിടെ പൊന്നിന് സുന്ദരനാവണ്ടേ? മമ്മി കിച്ചണിൽ പണിയുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കാത്തേ. എൻ്റെ പൊന്നിൻ്റെ ചോറ് ചിക്കനൊക്കെ മമ്മി എടുത്ത് വച്ചു തണുക്ക. അവിടെ പൊക്കോ, മമ്മിക്ക് പിടിക്കാൻ പറ്റൂല. ഭക്ഷണം വെച്ചോ അവിടെ എന്നോ പൊന്നോ. ആച്ചു ഒരു മുഖമൊക്കെ സുന്ദരനാവണ്ടേ? സുന്ദരനാവണ്ടേ എൻ്റെ മോൻ? ഗുഡ് ബോയ് ആവണ്ടേ? നല്ല മോൻ. കുളിക്കേട്ടാ. വരുന്നുണ്ട് മമ്മി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത് പൊന്നിൻ്റെ അടുത്തുണ്ട് മമ്മി. മോൻ കുളിച്ച് സുന്ദരനായില്ലെങ്കിൽ എല്ലാവരും പറയും അച്ഛേ സ്മെല്ല്. ആരും തോടത്തില്ല പൊന്നിനെ. അതിൻ്റെ അകത്ത് വെള്ളം കയറാതെ നല്ലവണ്ണം കഴുകി കൊടുക്കും. അച്ഛനൊരു പരിവാവും കേട്ടോ കുളിക്കൽ കഴിയുമ്പോൾ, ഇവനെ കുളിപ്പിക്കൽ കഴിയുമ്പോൾ.
പിന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ സൺഡേ കുളിപ്പിക്കാൻ ലുക്വാം വാട്ടറിലാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. പൊന്നു മോനല്ലേ എൻ്റെ മോൻ. ഹീറ്റർ ഓഫ് ചെയ്യാൻ, ഹീറ്റർ പൊന്നിൻ്റെ ഹാങ്കി തോർത്തിട്ട് ഇനി അടുത്തത് വേറെ തോർത്തുണ്ട്, അതിട്ടും കൂടെ തോർത്തണം. എന്നിട്ട് മമ്മി വരാം, കൈയൊക്കെ കഴുകിയിട്ട് വരാം, വിഷയിലൊക്കെ തുടച്ചെടുക്കാം. ഡാഡി കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, പാവം. ഇതൊക്കെ വറക്കുന്ന കേട്ടോ, അതിൽ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് പൊട്ടോളം ഒന്നും കൂടെ വറക്കാനുണ്ട്. അച്ഛൻ ചുമക്കാൻ തുടങ്ങിയാണ് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അവിടെ നിൽക്കുക, തുടക്കട്ടെ, നല്ലവണ്ണം തുടക്കട്ടെ, പനി പിടിക്കൂല്ലെങ്കിൽ എൻ്റെ പൊന്നീന്. ഓടുന്നതായി കാണുന്നത് കേട്ടോ, മോളിൽ കൊണ്ടുവന്നപ്പോൾ ഓടുന്നതായി കാണുന്നത്. ദേ കണ്ടോ അച്ചോ, ഓടുന്ന ചീതന്ന അച്ചോ. സന്തോഷം. വെയിലത്ത് കൊണ്ടുവന്നു, തണുപ്പല്ലേ. ആ ചീക അച്ഛൻ കൊടുക്കുന്നു. അപ്പോൾ സന്തോഷം എന്താണെന്നറിയാമോ, വെയിലത്ത് ഇത്രയേരം നിർത്തിയില്ലേ, തണുപ്പല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വെയിലത്ത് ഇനി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കോളും അവൻ. സന്തോഷം ആയിഷോ, സന്തോഷം. ഇത് കണ്ടോ, ഓടുന്നുണ്ടോ, ഓടിവാ ഇപ്പം വിശപ്പ് വരും എൻ്റെ പൊന്നിന്. ആച്ചു ഗുഡ് ബൈ. ഓ അവിടെ ചെന്ന് എത്തി നോക്കുന്ന. ഗുഡ് ബൈ. ഇപ്പം തരാട്ടെ മാമ, ഫുഡ് തരാം. നമ്മളൊന്ന് എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴും ഒരു നുള്ളു വെള്ളം, ഇതിൽ അധികം ഗ്രേവി ചാറ് പോലെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഗ്രേവിയാണ്. അതായത് ഒരു കഷ്ണവും ഇങ്ങനെ നമ്മൾ എടുത്തു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ടൊമാറ്റോ കൂടുതലിട്ടു കേട്ടോ, ഒരു ടേസ്റ്റ് മേക്കറിന് വേണ്ടി. ഇതിലേ കൂടുതലെന്ന് പറയാൻ ഈ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ ഈ വറുത്തെടുക്കുന്നുണ്ട് കണ്ടോ, അതിലേക്ക് വേറെ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഓരോ മീൻ പീസൊക്കെ അങ്ങോട്ട് ഇടും. ഇതിൽ കൂടുതൽ ഗ്യാസ് ഒന്നും കയറില്ല. പിന്നെ ഈ ചീനച്ചട്ടിയിൽ വെച്ചാൽ ഈ റൂയി ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര ഉപ്പിട്ടൊക്കെ തേച്ചിരുന്നാലും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളിൽ നമ്മളിപ്പോൾ നമ്മുടെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെക്കാം. അപ്പോൾ എല്ലാ പാത്രത്തിലും വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാകുന്നുണ്ടാകും. ഞാൻ ഈ ചീനച്ചട്ടി വെച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ശരിയായി ഫ്രണ്ട്സ്. ഇപ്പം ഞാനൊന്ന് ഇത് അധികം വെള്ളം ഉണ്ടാവില്ലേ, ഇരുന്ന് ഒന്നും കൂടെ കുറുകുവേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചീനച്ചട്ടിയിൽ വെച്ചത് എല്ലാ ചീനച്ചട്ടിയിലും മണം വരും, എല്ലാത്തിലും ഇങ്ങനെ മണവും പാത്രമൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടി വേറെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇതാകുമ്പോൾ പെട്ടെന്ന് കഴുകാൻ നമുക്ക് പെട്ടെന്ന് അഴുക്കുകൾ പോകും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ചു. ഇത് വെള്ളമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ടുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഞാനിത് അടച്ചു വെക്കുന്നു. എല്ലാം വെന്തു, ഉരുളക്കിഴങ്ങും എല്ലാം വെന്തു. ഇത് ശരിക്കും ആക്ച്വലി ഞാൻ 2 ടൊമാറ്റോ ഇട്ടുകൊണ്ടാണ് ചുവന്ന കളർ വന്നത്. ആക്ച്വലി ഇത് മഞ്ഞ കളർ, ആ ജീരകത്തിൻ്റെ കളറും തന്നെ ആയിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും. ഞാനൊരു 2 ടൊമാറ്റോ ഇട്ടത് ഒരു ടേസ്റ്റ് മേക്കറിന് വേണ്ടി. ഞങ്ങൾക്ക് ടൊമാറ്റോ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട്. ഇത് ശരിക്കും ഒരു മഞ്ഞ കളറും ഒരു ജീരകത്തിൻ്റെ കളറുമാണ് വരാൻ ടൊമാറ്റോ ഇടാതിരുന്ന. പക്ഷെ ഞാൻ ടൊമാറ്റോ ഇട്ടുകൊണ്ട് ഒരു ചുവന്ന കളർ വന്നു, വേറെ ഒന്നും ഇതിൽ ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പച്ചമുളക് കേട്ടോ, പച്ചമുളക് ഞാൻ കഴുകിയിട്ട് കീറാതെ അതിൻ്റെ മുകളിലൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ആയിട്ട് ഇത് അടച്ചു വെച്ചു. ബസ് പിന്നെ ഇത് പരിപ്പും കൂടെ വെക്കണം ഞങ്ങൾക്ക്. പരിപ്പ് ബംഗാളി പരിപ്പ് തന്നെ, ബംഗാളി കറി പോലെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അതൊക്കെ മതി. ഒരുപാട് പണികളുണ്ട് കേട്ടോ, താഴെ ലേബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് കൊള്ളാമോ ഇല്ലേന്നൊക്കെ നോക്കുക. അപ്പോൾ ടൊമാറ്റോ ഇടാത്തവർക്ക് അവോയ്ഡ് ആകാം, ജീരകം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ചേട്ടനാ അവിടെ ചെന്ന് നിൽക്കല്ലേ ഡോറിൽ, ലൈവേഴ്സൊക്കെ പോകുമ്പോൾ നമുക്ക് ഡോറ് തുറന്നിടാം കേട്ടോ. ചേട്ടനാണെന്ന് തോന്നുന്നു. അച്ചു നോക്കി ഡോറ് തുറക്കണം, കൊച്ചവിടെ നിൽക്കണ്ട്, അവൻ്റെ തലയ്ക്ക് കൊള്ളല്ലേ. വാ 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 कोनू आई ओए तू मेरा लड़का का दोस्त है, देखो तुमको वहां से देखा इसीलिए दौड़े आया. അപ്പോൾ കോശിക്കോ ഈ വീഡിയോയിൽ വന്നു കേട്ടോ. മോൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഞങ്ങളുടെ ഇലാക്കയിലും ഉള്ളതാണ്.
അപ്പോൾ ഇവനെ കൊച്ചിലെയിട്ട് കളിപ്പിക്കുന്ന ഇപ്പോൾ ഇടക്കാലം കൊണ്ട് ഇവരൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാണുന്നില്ല, പുറത്ത് നിന്നേ കാണുള്ളൂ. ഇത് കണ്ടോ. അപ്പോൾ ഒന്ന് വന്നതാണ് ഇവനെ കാണാനൊക്കെ കേട്ടോ.